ഓൺ ഷേപ്പ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലൊരു പ്രൊഫൈലിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ 3 ബാർ ഐക്കൺ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിൽ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ സൈനപ്പ് ചെയ്തതിന് ശേഷം എടുക്കുമ്പോൾ സൈനപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മളൊരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്രിയേറ്റ് എ സ്റ്റുഡൻറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോകുന്നത് ഇതുപോലൊരു പ്രൊഫൈലാണ്. ഇതിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിൽ ലോഡായിട്ട് വരും. ലോഡായി വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. ഇതിൽ നിങ്ങളുടെ നെയിം കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സ് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളിവിടെ സ്റ്റുഡൻറ്റ് പർപ്പസാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരും എല്ലാം കൊടുക്കുക. ശേഷം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ലിങ്ക് ഉണ്ടല്ലോ, വെബ്സൈറ്റ് ലിങ്ക്, അതുകൂടി അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ നിങ്ങളുടെ ഏരിയ ഓഫ് സ്റ്റഡി നിങ്ങൾ എന്താണോ പർപ്പസ് ചെയ്യുന്നത് അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓൺ ഷേപ്പ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് കൊടുക്കുക. ശേഷം താഴെ കുറേ ടിക്ക് ബോക്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കംപ്ലീറ്റ് സൈനപ്പ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് ഇറങ്ങണം. പിന്നെ നിങ്ങൾ നേരെ നിങ്ങളുടെ ഇമെയിൽ സെക്ഷനിൽ വന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ആ ഒരു ഇമെയിൽ വന്ന് കാണാൻ കഴിയും. ഈ ഇമെയിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇതൊരു ക്യാഡ്, നമ്മൾ പറഞ്ഞ ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ആയിട്ടൊരു ക്യാഡ് സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഒരു ആക്ടിവേറ്റ് യുവർ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ നേരെ വീണ്ടും അവരുടെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു പാസ്വേഡ് അവർ ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് കൊടുക്കുക. ശേഷം ഒരു കമ്പനി നെയിം എന്ന് വയ്ക്കും. കമ്പനി നെയിമിൽ നിങ്ങളുടെ കോളേജിൻ്റെ നെയിം തന്നെ കൊടുത്താൽ മതിയാവും. ശേഷം നിങ്ങളുടെ അടിയിൽ ടിക്ക് ബോക്സ് കാണും. ആ ഒരു ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലൊരു ഐക്കണിലേക്ക് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇഞ്ച് മാറ്റി മില്ലിമീറ്ററിലോട്ട് കൊടുക്കുക. പിന്നെ മൗസ് കൺട്രോള് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം മൗസ് കൺട്രോളിൽ നമ്മുടെ മൗസ് വെച്ച് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം വരും. ഇത് ഫോണിലാണ്, സോ ചില കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് കിടക്കട്ടെ. അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. വീണ്ടും ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നെയിം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേര് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ശേഷം നിങ്ങൾ ബ്രൗസർ ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ഇതുപോലെ വന്നിട്ടുണ്ട്, നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് വെച്ചിട്ടാണ് എഡ്യൂക്കേഷൻ പർപ്പസ് ആണെങ്കിലും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കയറുമ്പോൾ മാക്സിമം നിങ്ങളുടെ സ്കൂളോ അങ്ങനെയുള്ള എന്തെങ്കിലും പർപ്പസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട് ആവും. കാരണം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് ബൈ ഡിഫോൾട്ട് പബ്ലിക് ആയിരിക്കും. ഇനി വീഡിയോയുടെ ടൈം 3:50 ആയെന്ന് തോന്നുന്നു. കൂടുതൽ നീട്ടുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ഇവിടെ ഒന്ന് കാണിച്ചിട്ട് പോകാമല്ലേ. ഇതിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതല്ല പറയാൻ വന്ന കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ കണ്ട, നമ്മൾ ഇതിനു മുന്നേ ഓപ്പൺ ചെയ്തത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ അയച്ചിട്ടുള്ളത്, പിന്നെ പബ്ലിക്കായിട്ട് നമുക്ക് ചില മെമ്പേഴ്സിൻ്റെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാനൊക്കെ കഴിയും. വേണ്ട, ഇതുപോലെ കുറച്ച് പേര് ഡിസൈൻ ചെയ്ത ക്യാഡിൻ്റെ വർക്കുകൾ നമുക്ക് പബ്ലിക് അക്കൗണ്ടുകളിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, അതുപോലെ ഡിലീറ്റ് ചെയ്തത് ട്രാഷ് കാണാനും കഴിയുന്നതാണ്. നമുക്ക് നേരെ ജസ്റ്റ്
ഇവിടെ പോകും. ഇനി ഓൺ ബൈ മീൽ വന്നതിന് ശേഷം നമുക്കിവിടെ എന്താണ്, നമുക്കിവിടെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. ഈ വീഡിയോയിൽ ഡ്രോയിങ് പർപ്പസ് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ PC യിൽ നിന്ന് തന്നെ നമ്മളൊരു നല്ലൊരു സെഷൻ ചെയ്യാവുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു വീഡിയോയുമായി നമ്മൾ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ മുഹമ്മദ് ജാബിർ ഫ്രം LM2.